നമസ്കാരം. ജമ്മു കാശ്മീരിനെ കുറിച്ചും കേന്ദ്രഭരണ പ്രദേശത്തിനുമേലുള്ള അവകാശവാദത്തെക്കുറിച്ചുമുള്ള പാകിസ്ഥാന്റെ അനാവശ്യമായ പരാമർശം തള്ളിക്കളഞ്ഞ് ഭാരതം. സമാധാനത്തിനായുള്ള നേതൃത്വം എന്ന വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നടന്ന തുറന്ന ചർച്ചയിലാണ് ഇന്ത്യ കടുത്ത നിലപാടെടുത്തത്. ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ ഹരീഷ് പർവതനേനി ആവർത്തിച്ചു. അവ അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ തുടരും എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇന്ത്യയെയും ജനങ്ങളെയും ദ്രോഹിക്കുന്നതിൽ പാകിസ്ഥാന്റെ അമിതമായ ശ്രദ്ധയെ പർവതനേനി കുറ്റപ്പെടുത്തി. സിന്ധു നദീജല കരാർ ഇന്ത്യ അവസാനിപ്പിച്ചതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. 65 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഏർപ്പെട്ടത് നല്ല വിശ്വാസത്തോടെയും നല്ല മനസ്സോടെയും സൗഹൃദത്തോടെയുമാണ്. ഈ 6.5 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യക്കെതിരെ 3 യുദ്ധങ്ങളും ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങളും നടത്തി പാകിസ്ഥാൻ ഉടമ്പടിയുടെ ആത്മാവ് ലംഘിച്ചു എന്ന് പർവതനേനി പറഞ്ഞു. 4 പതിറ്റാണ്ടിനിടെ 10,000-കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടു. ഒരു വിദേശ പൗരനുൾപ്പെടെ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ആക്രമണം പഹൽഗാമിലുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഭീകരതയുടെ ആഗോള പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ളതും മറ്റ് എല്ലാത്തര ഭീകരവാദത്തിനുമുള്ള പിന്തുണ വിശ്വസനീയമായും പിൻവലിക്കാനാവാത്ത വിധം അവസാനിപ്പിക്കുന്നതുവരെ കരാർ നിർത്തിവെക്കുമെന്ന് ഇന്ത്യ ഒടുവിൽ പ്രഖ്യാപിച്ചതെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലടച്ചതും ഭരണകക്ഷിയായ പാക് തെഹ്രീക്-ഇ-ഇൻസാഫിനെ നിരോധിച്ചതും പ്രതിരോധ സേനാ മേധാവി അസിം മുനീറിന് ആജീവനാന്ത പരിരക്ഷ നൽകുന്നതിനുമുള്ള 27ാം ഭേദഗതിയിലൂടെ ഭരണഘടനാ അട്ടിമറിക്ക് പദ്ധതിയിട്ടതും പരാമർശിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാന്റെ ജനാധിപത്യത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും പർവതനേനി വിമർശിച്ചു. തീർച്ചയായും പാകിസ്ഥാന് ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നതിനുള്ള ഒരു സവിശേഷ മാർഗമുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ ജയിലിലടച്ചുകൊണ്ടും ഭരണകക്ഷിയെ നിരോധിച്ചതുകൊണ്ടും 27ാം ഭേദഗതിയിലൂടെ ഭരണഘടനാ അട്ടിമറിക്ക് സായുധ സേനയെ അനുവദിച്ചുകൊണ്ടും പ്രതിരോധ സേനാ മേധാവിക്ക് ആജീവനാന്ത പരിരക്ഷ നൽകിക്കൊണ്ടുമെന്ന് പർവതനേനി പരിഹസിച്ചു. എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും ഇന്ത്യ അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനമാണ് ഇന്ത്യ ഉന്നയിച്ചത്. പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള കേന്ദ്രമാണെന്ന് പർവതനേനി വീണ്ടും ആവർത്തിച്ചു. ഇന്ത്യയും അവിടുത്തെ ജനങ്ങളെയും ദ്രോഹിക്കാനും ഭിന്നിപ്പിക്കുന്ന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനും പാകിസ്ഥാൻ UN വേദി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം തീർത്തും ന്യായമാണെന്നും അതിൽ ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്നും അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. 65 വർഷം മുമ്പ് ഇന്ത്യ നല്ല ഉദ്ദേശത്തോടെയും സൗഹൃദ മനോഭാവത്തോടെയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ പാകിസ്ഥാൻ 3 യുദ്ധങ്ങൾ നടത്തി, ആയിരക്കണക്കിന് ഭീകരാക്രമണങ്ങൾ നടത്തി. ആ കരാറിന്റെ ആത്മാവിനെ ആവർത്തിച്ച് ലംഘിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇമ്രാൻഖാന്റെ അറസ്റ്റ് സ്വാതന്ത്ര്യ ജനാധിപത്യ ഇച്ഛാശക്തിയെ അടിച്ചമർത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും ഇന്ത്യ വിമർശിക്കുകയുണ്ടായി. പാകിസ്ഥാന് ജനങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കുന്നതിനുള്ള ഒരു സവിശേഷ മാർഗമുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ ജയിലിലടച്ചുകൊണ്ടും ഭരണകക്ഷിയെ നിരോധിച്ചുകൊണ്ടും 27ാം ഭേദഗതിയിലൂടെ ഭരണഘടനാ അട്ടിമറിക്ക് സായുധ സേനയെ അനുവദിച്ചുകൊണ്ടും പ്രതിരോധ സേനാ മേധാവിക്ക് ആജീവനാന്ത പരിരക്ഷ നൽകിക്കൊണ്ടുമാണ് പാകിസ്ഥാൻ പൊതുജനങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്നതെന്നും ഇന്ത്യ വിമർശിച്ചു.